പത്തനംതിട്ട സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് നന്ദു പോയതോടുകൂടി അനി മാനസികമായി വലിയ സംഘർഷത്തിലും വിഷാദത്തിലുമായിരിക്കുകയാണ്. ഇങ്ങനെ ദീർഘനാളുകൾ നന്ദുവിനെ കാണുവാനും സംസാരിക്കുവാനും കഴിയാതെ വന്നാൽ എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കും. നന്ദു എൻ്റേത് മാത്രമാണ്. അവളെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നന്ദു ഇല്ലാതെ എനിക്കിനി ഒരു ജീവിതമില്ല. നന്ദുവിനെ എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അനി പിന്നീട് ഈ ഭൂമിയിൽ ജീവനോടുണ്ടാവില്ല. എല്ലാവരും സ്നേഹിച്ചൊടുവിൽ എന്നെ നശിപ്പിച്ചു. സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കണം. എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കല്ല എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യതയുള്ളത്, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണ്. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതതിൻ്റെ അപ്പുറം കടന്നിരിക്കുകയാണ്. ഇനി എനിക്ക് പറ്റില്ല. നന്ദുവിനെ സ്വന്തമാക്കണം. നന്ദുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. ആരിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതെൻ്റെ തീരുമാനമാണ്. അത് ഞാൻ ചെയ്തിരിക്കും. അത് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ മുൻപിൽ മരണം മാത്രമേ ഉള്ളൂ. ഈ ചിന്തകളൊക്കെ അനിയുടെ മനസ്സിനെ വല്ലാതങ്ങ് മതിക്കുകയാണ്. രാത്രിയിൽ കിടന്നിട്ട് അനിക്ക് ഉറക്കം വരുന്നില്ല. ഇപ്പോൾ തന്നെ നന്ദുവിനെ വിളിക്കണം, അവളോട് സംസാരിക്കണം, അവളുടെ ശബ്ദം കേൾക്കണം. ഇത് പറഞ്ഞുകൊണ്ട് മെല്ലെ മുറിക്കുള്ളിൽ നിന്ന് ഫോണും എടുത്തുകൊണ്ട് അനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നന്ദുവിനെ കോൾ ചെയ്യുകയാണ്. ഉറക്കത്തിലേക്ക് വീണു തുടങ്ങിയ നന്ദു ഫോൺ കോൾ കേട്ടിട്ട് ഞെട്ടി ഉണരുകയാണ്. പെട്ടെന്ന് അനിയുടെ കോള് കണ്ടുകൊണ്ട് ഒരു നിമിഷം താൻ അസ്വസ്ഥയാകുന്നുണ്ട്. എന്നിട്ട് വളരെ പതുങ്ങിയ ശബ്ദത്തിൽ നന്ദു അനിയോട് പറയുകയാണ്, എടാ അനി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കരുത് എന്ന്. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരും കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെക്കുറിച്ച് മാത്രമാണ്. കൂടാതെ നിന്റെ വലിയമ്മയും ആദർശേട്ടനും വീട്ടിൽ വന്ന് എന്നെ ഉപദേശിച്ചു. ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നമുക്ക് പരസ്പരം ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി എന്തിനാ നമ്മൾ വെറുതെ സ്വപ്നം കണ്ടിങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് ആകെ കൂടി പേടിയാവുകയാണ് അനി. എൻ്റെ ഊർജ്ജമെല്ലാം ചോർന്നു പോയതുപോലെ തോന്നുകയാണ്. ഞാൻ നിന്നോട് സത്യമാണ് പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു സന്തോഷവുമില്ല. ഒരു ഭാഗത്ത് നിന്റെ മുഖം, മറുഭാഗത്ത് എൻ്റെ ചേച്ചിമാരുടെ ജീവിതം, കൂടാതെ അനന്തപുരിയിലെയും എൻ്റെ വീട്ടിലെയും മുതിർന്നവരുടെ ഉപദേശങ്ങൾ. ഇതൊക്കെ എങ്ങനെയാടാ കേട്ടില്ല എന്ന് നടിച്ച് മുൻപോട്ട് പോകാൻ കഴിയുക? മാത്രവുമല്ല, നീ വിവാഹം കഴിച്ച ഒരാളാണ്. നിന്റെ ഭാര്യ നിന്നോടൊപ്പം ഇപ്പോഴും ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ മറ്റൊരു പെണ്ണിന്റെ പിറകിന് സദാസമയവും നടക്കുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ തന്നെ എന്തായിരിക്കും വിചാരിക്കുക? വിവാഹം കഴിഞ്ഞൊരു ചെറുപ്പക്കാരനുമായി തെറ്റായ ഒരു ബന്ധം വെച്ചു പുലർത്തുന്ന ഒരാളാണ് ഞാനെന്ന് ലോകമറിഞ്ഞാൽ അവരെന്നെ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക? അവരെന്നെ എങ്ങനെയായിരിക്കും സമീപിക്കുക? ഇപ്പോൾ തന്നെ SI ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നിരിക്കുകയല്ലേ. ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന എനിക്ക് എങ്ങനെയാണ് സമൂഹത്തിന്റെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുവാൻ കഴിയുന്നത്? അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, നീ എന്നെ ഇങ്ങനെ വിളിക്കരുത് പ്ലീസ്. എല്ലാവരിൽ നിന്നും അകന്ന് ദൂരെ നിൽക്കുന്ന സമയത്തെങ്കിലും എല്ലാം മറക്കുവാൻ കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനിടയിൽ നീ എന്നെ ഇങ്ങനെ ഫോണിൽ കൂടി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വീണ്ടും സങ്കടത്തിലായി പോകുമനി. എൻ്റെ നിസ്സഹായാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്നെ ഇങ്ങനെ കൂടെ വിളിക്കുന്നത് ഒഴിവാക്കണം. ഇതൊക്കെ കേട്ടിട്ട് അനി പറയുകയാണ്, ഓ അത് ശരി, പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയതോടുകൂടി ഒറ്റ ദിവസം കൊണ്ട് നീ ആളാകെ മാറിപ്പോയല്ലോ നന്ദു. അപ്പോൾ ഇതിനു മുമ്പ് നീ എന്നോട് കാണിച്ച അടുപ്പമൊക്കെ ഫേക്ക് ആയിരുന്നുവോ? നിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പാതിരാത്രിയിൽ നിന്നെ ഒന്ന് വിളിച്ചത്. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സമാധാനമുണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ നീ ഇപ്പോൾ മനഃപൂർവ്വം എന്നെ അവഗണിക്കുകയാണ് അല്ലേ? അതല്ല ഇനി ഞാൻ പറയുന്നത് നിനക്കറിയാമല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിലെ സാഹചര്യങ്ങളും അവിടെയുള്ള ഓരോരുത്തരുടെയും നമ്മോടുള്ള മനോഭാവങ്ങളും. മാത്രവുമല്ല, നീ ഒരു കുടുംബസ്ഥനാണ്. നിന്റെ ഭാര്യ എന്നെ ഏത് രീതിയിലാണ് സംബോധന ചെയ്യുന്നതെന്ന് പോലും നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാവില്ലേ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന്? നന്ദു, നീ പറയുന്ന നിന്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അവർക്കെല്ലാം അറിയാമായിരുന്നു എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും ഇഷ്ടമായിരുന്നു എന്ന്. എന്നിട്ടും അവർ ബോധപൂർവം നമ്മളെ തമ്മിൽ അകറ്റി നിർത്തുകയായിരുന്നു. എന്നിട്ട് അവരവരുടെ ഇഷ്ടപ്രകാരം എന്നെ കെട്ടിച്ചു. അതല്ലേ ശരി? അപ്പോൾ അവരാഗ്രഹിച്ചത് അവരുടെ സന്തോഷവും അവരുടെ സുഖങ്ങളും മാത്രമാണ്. എൻ്റെ സുഖവും സന്തോഷവും ഒന്നും അവർക്ക് വിഷയമേ ആയിരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി എത്ര കാലമാണ് എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയുക? എന്തായാലും ഞാനതൊക്കെ അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പറയാൻ മാത്രമേ കൊള്ളാവൂ. അനുഭവിക്കുന്നവർക്ക് അതത്ര സുഖമുള്ള ഏർപ്പാടാവില്ല. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് നയനേടത്തിയെ തന്നെയായിരിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ട് നയനേടത്തി നമ്മളോട് ഈ ക്രൂരത ചെയ്യരുതായിരുന്നു. അവരൊക്കെ അവരുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നെയും നിന്നെയും ബോധപൂർവം അവർ അവഗണിച്ചു, അല്ലെങ്കിൽ തകർത്തു. എടാ അനി, നീ അങ്ങനെയൊന്നും പറയരുതേ. അവരുടെയൊക്കെ ജീവിതം അവർ സേഫ് ആക്കാൻ ശ്രമിച്ചു എന്നൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ എന്തു മറുപടിയാണ് ഞാൻ നിന്നോട് പറയുക? അതെ, അത് തന്നെയാണ് നന്ദു സത്യം.
അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ള ചിന്തയിൽ മാത്രമായിരുന്നു അവർ ജീവിച്ചത്. നീ ഈ വീട്ടിലേക്ക് വന്നാൽ അവരിവിടെ നിന്ന് ചിലപ്പോൾ പുറത്തു പോയേക്കും എന്നുള്ള ചിന്തയാണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. എന്നാൽ പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയങ്ങളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരു നിമിഷം പോലും അവരാരും തയ്യാറായില്ല. പ്രത്യേകിച്ച് നയനിടത്തി. അനി, എടാ, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ അവർക്ക് അങ്ങനെ മാത്രമല്ലേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നിന്റെ വലിയമ്മ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും എൻ്റെ ചേച്ചിമാർക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും എങ്ങനെയെങ്കിലും അവരെ അവിടുന്ന് പുറത്താക്കണം എന്ന് ചിന്തിച്ച് ഓരോരോ ക്രൂരതകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഞാൻ കൂടി അവിടേക്ക് വന്നു കയറിയാൽ അവർ രണ്ടുപേരും കൂടി തന്ത്രപരമായി എന്നെയും അവിടെ എത്തിച്ചതായി തന്നെയല്ലേ മറ്റുള്ളവർ പറയുകയുള്ളൂ. എന്ത് സമാധാനത്തോടെയാണ് ആ വീട്ടിൽ അവർക്കും ഞാൻ അവിടെ വന്ന് കയറിയാൽ എനിക്കും ജീവിക്കുവാൻ കഴിയുക? പണക്കാരുടെ വീട്ടിലേക്ക് പെൺമക്കളെ കെട്ടിച്ചയക്കുവാൻ വേണ്ടി എൻ്റെ അമ്മ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളാണ് ഇതെല്ലാമെന്ന് എത്രയോ നാളുകളായി നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. എന്നിട്ടും ഒന്നും മനസ്സിലാക്കാത്തതുപോലെ നീ എന്താ ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ചിന്തിക്കുന്നത് പോലെ ഞാനും നീയും തമ്മിൽ വിവാഹം കഴിച്ച് നിന്റെ ഭാര്യയായിട്ട് ആ സമയത്ത് ഞാൻ ആ വീട്ടിൽ കയറി വന്നിരുന്നുവെങ്കിൽ തുടർന്ന് ആ വീട്ടിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള പൊട്ടിത്തെറികളും ബഹളങ്ങളും കാണുമ്പോൾ നീ തന്നെ മാറി ചിന്തിക്കാൻ തയ്യാറായേനെ. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് നിന്റെ മനസ്സ് തന്നെ നിന്നോട് പറഞ്ഞേനെ. നന്ദു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? എടാ, ഇനി പ്രണയിച്ച് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും സ്നേഹത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. 5-6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ പതിയെ പതിയെ അതൊക്കെ അങ്ങ് മാറും. പിന്നീട് ജീവിതത്തിനെതിരെ വരുന്ന പ്രതിസന്ധികളോടുള്ള ബന്ധത്തിൽ പല പുനർവിചിന്തനങ്ങളും നടത്താൻ തുടങ്ങും. ആ സമയത്ത് തീർച്ചയായിട്ടും പലരും ചിന്തിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന്. നന്ദു, ഇതൊക്കെ നിന്റെ തോന്നലുകളാണ്, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള നിന്റെ സംസാരം മാത്രമാണ്. എനിക്ക് അങ്ങനെ മാത്രമേ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നന്ദു. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റില്ല. ആ ഒരവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ നന്ദു ചോദിക്കുകയാണ്, അനി, നീ ഈ കാണിക്കുന്ന വീറും വാശിയും ഒക്കെ നിന്റെ കല്യാണത്തിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് നീ കാണിക്കാതിരുന്നത്? അന്ന് ഞാൻ സങ്കടപ്പെട്ടിട്ട് എൻ്റെ ജീവിതം പോലും അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ അനാമിക നിന്റെ ആരാധകയായി വരികയും നിന്നെ വിവാഹം ആലോചിക്കുകയും ഒടുവിൽ നിങ്ങൾ കല്യാണ പന്തലിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് പോലും നിനക്കതിനോട് താല്പര്യമില്ല എന്ന് നീ ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ. അന്ന് നിനക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വലിയമ്മയുടെയും ഒക്കെ വാക്കുകൾ അവഗണിക്കുവാൻ കഴിയില്ല, അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ആയിരുന്നില്ലേ സംസാരിച്ചിരുന്നത്? പക്ഷെ ഇപ്പോൾ നിനക്ക് എങ്ങനെയാണ് അവരെയൊക്കെ വിഷമിപ്പിക്കാൻ കഴിയുന്നത്? നിന്റെ മനസ്സിന് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇപ്പോൾ വലിയൊരു മാറ്റമുണ്ടായത്? നന്ദു, നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കരുത്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ എന്നോട് പറയുമ്പോൾ എനിക്ക് എന്തു മറുപടി പറയണമെന്ന് മനസ്സിലാകുന്നില്ല. നീ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നന്ദു, എനിക്ക് നിന്നോട് സംസാരിക്കണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എടാ അനി, നീ എന്നെ ഇങ്ങനെ വിളിക്കല്ലേ. ഇവിടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഞാൻ വന്നിട്ടേ ഉള്ളൂ. അടുത്തൊക്കെ എൻ്റെ റൂംമേറ്റ്സ് ഉറങ്ങാൻ കിടക്കുകയാണ്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും ഇങ്ങനെയുള്ള ഫോൺ വിളികളൊക്കെ. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്, ഞാൻ വെക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ഫോൺ ഡിസ്കണക്ട് ചെയ്തതിലുള്ള സങ്കടം കൊണ്ട് അല്പനേരം ആ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് തന്നെ അനി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മെല്ലെ പിൻപിലേക്ക് തിരിയുമ്പോൾ ദേ തൊട്ടു പിൻപിൽ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് നയന നിൽക്കുന്നു. നയനയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അനി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഉടനെ നയന ചോദിക്കുകയാണ്, അത് ശരി, നന്ദുവിനെ കാണരുത്, അവളോട് സംസാരിക്കരുത് എന്ന് ആദർശേട്ടനും ഞാനും വലിയമ്മയും എന്തിനേറെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വിലക്കിയിട്ടും നീ ഇപ്പോഴും അവളെ വിളിക്കുകയായിരുന്നു അല്ലേ? സാരമില്ല, ഇതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അവളെ വിളിച്ചോളാം. ഇത് പറഞ്ഞ് നയന തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങുമ്പോൾ അനി പറയുന്നുണ്ട്, ഏട്ടത്തി ഒന്ന് നിന്നേ. ഇത് കേട്ടുകൊണ്ട് നയന തിരിഞ്ഞു നിൽക്കുമ്പോൾ അനി പറയുകയാണ്, എൻ്റെയും നന്ദുവിൻ്റെയും മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന ഒരാളായിരുന്നു ഏട്ടത്തി. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരാൾ ഏട്ടത്തി മാത്രമായിരുന്നു. എന്നിട്ടും അത് ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറു വിരൽ പോലും ഏട്ടത്തി അനക്കിയില്ല. എന്ന് മാത്രവുമല്ല, ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാതിരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഏട്ടത്തിയാണ് ചെയ്തത്. ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ സുരക്ഷിതത്വം മാത്രമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരുടെ സങ്കടവും ദുഃഖവും ഒന്നും ഏട്ടത്തിക്കൊരു പ്രശ്നമായിരുന്നില്ല. ഇത്രയും കാലം ഏട്ടത്തിയെ എൻ്റെ മനസ്സിൽ ഒരു വിഗ്രഹം പോലെ പ്രതിഷ്ഠിച്ച് പൂജിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ ഏട്ടത്തിയമ്മയെ പോലെ മറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പലരോടും അഭിമാനത്തോടെ സംസാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഏട്ടത്തിയെ മനസ്സിലായത്. ഞാൻ കരുതിയിരുന്ന ആളല്ല എൻ്റെ ഏട്ടത്തിയമ്മ. നിങ്ങൾ സ്വാർത്ഥയാണ്. തന്നിഷ്ടക്കാരിയായ നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് മാത്രമാണ് നോക്കിയത്. എനിക്കിഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടും അത് തടയാൻ ശ്രമിച്ചില്ല. നിങ്ങൾക്കറിയാമായിരുന്നു നന്ദുവിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് പലയാവർത്തി പറഞ്ഞു, നന്ദുവിന് എന്നോട് സ്നേഹമില്ല, അവൾക്ക് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ,
ബാക്കിയെല്ലാം എൻ്റെ തെറ്റിദ്ധാരണയാണ്, അവളെ മറക്കണം എന്നൊക്കെ. എന്തിനാ ഏട്ടത്തി ഇത്തരത്തിലുള്ള വലിയ നുണകൾ പ്രചരിപ്പിച്ച് എന്നെയും ഈ വീട്ടിലെ മറ്റുള്ളവരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചത്? എൻ്റെ ആദർശേട്ടൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വല്ലാതെ ഹൃദയം തകർന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. ആദർശേട്ടൻ പറഞ്ഞത് ഏട്ടത്തിയും കേട്ടതാണല്ലോ. ഒരു ദിവസം മുമ്പെങ്കിലും ഇത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അനാമികയുമായിട്ടുള്ള വിവാഹം നടക്കുവാൻ ഏട്ടൻ സമ്മതിക്കില്ലായിരുന്നുവെന്ന്. ഞാനും അനാമികയും തമ്മിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. അവള് എൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു നടക്കുകയാണ് ഞാൻ. കാരണം അത്രമാത്രം എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന ഏട്ടത്തി ഇപ്പോഴും അവൾ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയുമായിട്ട് നടക്കുകയല്ലേ? ശരിയല്ലേ ഏട്ടത്തി ഞാൻ ഈ പറയുന്നതൊക്കെ? എൻ്റെ ജീവിതം എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, പക്ഷേ നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. ഇതുമാത്രമല്ലേ നിങ്ങളുടെ ആഗ്രഹം? കഷ്ടം. ഇത് കേട്ടിട്ട് നയന പറയുകയാണ്, അനി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നീ ഇപ്പോൾ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി ഏട്ടത്തി, ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട ഏട്ടത്തി. ഏട്ടത്തി ആരാണെന്നും ഏട്ടത്തിയുടെ മനസ്സിലെ ചിന്തകൾ എന്താണെന്നുമെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഏട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, നന്ദു എൻ്റെ പെണ്ണാണ്, എന്നെ സ്നേഹിച്ച എൻ്റെ പെണ്ണ്. അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കും. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തലയിൽ കെട്ടിവെച്ച ആ രാക്ഷസി ഉണ്ടല്ലോ അനാമിക, അവൾ ഉടൻ തന്നെ ഈ അനന്തപുരിയുടെ പടിയിറങ്ങിപ്പോകും. നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി തന്നെയായിരിക്കും അവൾ ഇവിടുന്ന് പടിയിറങ്ങുക. ഞാനായിരിക്കില്ല അവളെ ഇറക്കി വിടുന്നത്. അവളെ ഇവിടെ നിന്നും ഇറക്കി വിടുവാൻ അധികാരമുള്ള ആൾ തന്നെ ഇറക്കി വിടും. ഇത്രയും പറഞ്ഞിട്ട് വലിയൊരു ദേഷ്യത്തോടു കൂടി അനി അവിടുന്ന് നടന്നു പോവുകയാണ്. അനിയോട് എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയ നയന തൻ്റെ ഇരു കൈകളും മുഖത്തോട് ചേർത്തു പിടിച്ച് ഈ സമയത്ത് വിങ്ങിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അടുക്കളയിലെ ജോലികളൊക്കെ പൂർത്തിയാക്കിയിട്ട് തൻ്റെ ബെഡ്റൂമിലേക്ക് തിരികെ വരുന്ന സമയത്ത് ദേവയാനി ഈ കാഴ്ച കാണുകയാണ്. ദേവയാനി പെട്ടെന്ന് ഓടി നയനയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, മോൾക്ക് എന്താ പറ്റിയത്? എന്തിനാ മോള് കരയുന്നത്? പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നയന പറയുകയാണ്, അമ്മേ, അനി എൻ്റെ അടുക്കൽ വന്നിരുന്നു. കുറേ കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു. എൻ്റെ ഹൃദയം തകർന്നു പോയി. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാനാണ് അവൻ്റെ ജീവിതം തുലച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അവനിപ്പോൾ പോയിരിക്കുന്നത്. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ എങ്ങനെ അവൻ്റെ ജീവിതം തുലച്ചെന്നാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് അനി പറഞ്ഞ കാര്യങ്ങളെല്ലാം നയന ദേവയാനിയോട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, നീ ഒന്ന് സമാധാനിക്കും മോളെ. അവൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതായിരിക്കും. അമ്മേ, നന്ദു ഒരിക്കലും ഈ വീട്ടിലേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയല്ല, എൻ്റെ ജീവിതം തകരുമെന്ന് ചിന്തിച്ചിട്ടുമല്ല, അവളുടെ ജീവിതം തകർന്നു പോകരുത് എന്നാഗ്രഹിച്ചിട്ടാണ്. അമ്മയുൾപ്പെടെ എല്ലാവരും എനിക്കെതിരായിരുന്നു. അതുവരെ എന്നോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന ഇളയമ്മ പോലും എൻ്റെ ശത്രുവായി മാറി. ഞാനാണ് നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിരന്തരം ഇളയമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടിട്ടും അവരെ ഇരുവരെയും ഒരുമിപ്പിക്കുവാൻ വേണ്ടി ഞാൻ മുൻപോട്ടിറങ്ങി തിരിച്ചാൽ ഇവിടെ വന്നു കയറുന്ന നന്ദുവിൻ്റെ അവസ്ഥ ഭയാനകമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഞാനും എൻ്റെ ചേച്ചിയും നേരായ വഴിയിൽ കൂടി അല്ലല്ലോ അമ്മേ ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. അതിൻ്റെ കുത്തുവാക്കുകൾ എല്ലാവരുടെയും വായിൽ നിന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഏത് നിമിഷവും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളതായിരുന്നില്ലേ ഓരോരുത്തരും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? സത്യത്തിൽ ഒരു പട്ടിയുടെ വില പോലും ഞങ്ങൾക്കിവിടെ ആരും തന്നിരുന്നില്ല. ഇതെല്ലാം നന്നായി അറിഞ്ഞിരുന്നിട്ട് തന്നെയാണ് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സ്വാർത്ഥയായ പെണ്ണാണ് എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അനി നടന്നു പോയത്. നയനയുടെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ദേവയാനിക്ക് വല്ലാതെ സങ്കടം വരികയാണ്. എന്നിട്ട് ദേവയാനി പറയുക, മോളെ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതെല്ലാം. അമ്മയ്ക്കും ഈ കാര്യത്തിൽ ഒത്തിരി സങ്കടമുണ്ട്. കാരണം ഞാനും തെറ്റാണ് നിന്നോട് ചെയ്തത്. നന്ദുവും അനിയും തമ്മിൽ ഒരുമിക്കുന്നതിൽ എന്തുകൊണ്ടാണ് മോൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്ന് അവന് നന്നായിട്ട് അറിയാം. എങ്കിലും അവൻ്റെ സങ്കടം കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്. യഥാർത്ഥ കുറ്റവാളികൾ ഞാനും ജാനകിയും ജലജയും ഒക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൻ വിവാഹം കഴിച്ചു. അവൻ്റെ ഭാര്യയായ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ ഇപ്പോൾ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ തമ്മിൽ പിരിയാതെ ഒരുമിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അമ്മ, അവനിപ്പോൾ ഇവിടുന്ന് തിരികെ പോകുന്ന സമയത്ത് അവസാനമായി പറഞ്ഞിട്ട് പോയത് അനാമിക ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകുവാനുള്ള സമയമായി എന്നാണ്. ഇവിടുത്തെ പുരോഹിതനും എൻ്റെ അച്ഛനും അമ്മയും പോയി കണ്ട ജോത്സ്യനും പറഞ്ഞു വെച്ചത് നന്ദുവും അനിയും തമ്മിൽ തീർച്ചയായിട്ടും ഒരുമിക്കുമെന്ന് തന്നെയാണ്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയമാണ് അമ്മ വരുന്നത്. അതുകൊണ്ട് അമ്മ അനാമികയോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. അനിയുമായിട്ട് കലഹിച്ചു പോകാതെ അവനെ സ്നേഹിച്ച് അവൻ്റെ ഒരു നല്ല ഭാര്യയായിട്ട് ജീവിക്കുവാൻ അമ്മ അവളെ ഉപദേശിക്കണം. അമ്മ പറഞ്ഞാൽ മാത്രമേ അവൾ കേൾക്കുകയുള്ളൂ. എൻ്റെ മോളെ, എത്രയോ തവണ ഞാൻ ആ കൊച്ചിനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മനോഭാവം വേറൊന്നാണ്. നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ടൈപ്പല്ല ആ കൊച്ച്. എന്തായാലും മോളിപ്പോൾ പോയി കിടന്നുറങ്ങ്. ഞാൻ അവളോട് രാവിലെ സംസാരിക്കാം.
ഇത് പറഞ്ഞിട്ട് നയനയെ ആശ്വസിപ്പിച്ച് ദേവയാനി തന്റെ റൂമിലേക്ക് വിടുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ അനന്തപുരി തറവാട് അടുത്തൊരു അനന്തരാവകാശിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ചർച്ചകളും ഒക്കെ നടത്തുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അത് മറ്റൊന്നുമല്ല, നവ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ പോകുന്നു. ആ കുഞ്ഞിനെ അനന്തപുരിക്കാരുടെ എല്ലാവിധ ആഢ്യത്വത്തോടും കൂടി സ്വീകരിക്കുകയും മറ്റുള്ള പേരക്കുട്ടികൾക്ക് ലഭിച്ചതുപോലെ തന്നെ അവകാശങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. മുത്തശ്ശൻ അതേക്കുറിച്ച് പറയുകയാണ്. നവ്യമോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് വലിയൊരു ആഘോഷത്തോടു കൂടി അനന്തപുരിയിലേക്ക് കൊണ്ടുവരണം. എൻ്റെ മനസ്സിൽ അതിനോടുള്ള ബന്ധത്തിൽ കുറച്ചധികം തീരുമാനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ജലജയ്ക്കും മകനും ഇഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല. എങ്കിലും എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ അഭി പറയുകയാണ്, മുത്തശ്ശൻ എന്ത് തീരുമാനമെടുത്താലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം ഞാനിപ്പോൾ പഴയ മനുഷ്യനല്ല, ഞാൻ ഒരുപാട് മാറി മുത്തശ്ശ. അതുകൊണ്ട് തന്നെ നവ്യയും കുഞ്ഞിനെയും ഞാൻ വളരെയധികം ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവളെ ഞാൻ പോയി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞൊന്ന് പുറത്തേക്ക് വരുന്നത് ആകാംക്ഷയോടുകൂടി കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ്, എടാ, നീ പലപ്പോഴായിട്ട് ഇതുപോലെയും ഇതിനേക്കാൾ വലുതുമായിട്ടുള്ള പല തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട്, അതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതൊന്നുപോലും നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും അതിവിടെ ആർക്കും വിശ്വസിക്കുവാനും പറ്റില്ല. കാരണം പറയുന്നയാള് നീ ആയതുകൊണ്ട് മാത്രമാണ്. അതിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ സ്വഭാവം നിന്റെ അമ്മയുടേതാണ്. അവളും ജീവിതത്തിൽ ഒരിക്കലും വാക്കിന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടുള്ളവളല്ല. പിന്നെ ഇത്രയും കാലത്തെ നെറുകേടുകളൊക്കെ വെച്ച് നോക്കിയാൽ നിന്റെ അമ്മയെ അനന്തപുരിയിൽ നിന്നും എന്നേ പടിയിറക്കി വിടേണ്ടതാണ്. പക്ഷേ ജയനും അജയനും ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയുള്ളൊരു സ്ഥാനമാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. എൻ്റെ മനസ്സിൻ്റെ വിശാലതയാണത്. അതുകൊണ്ട് തന്നെ ആദർശനും എനിക്കും ഈ കുടുംബത്തിൽ എന്ത് സ്ഥാനമാണോ ഉള്ളത് അത് തന്നെയാണ് ഞാൻ നിനക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിനക്ക് പിറക്കുവാൻ പോകുന്ന കുഞ്ഞുണ്ടല്ലോ, ഈ അനന്തപുരി തറവാട്ടിലെ കൊച്ചു പേരക്കുട്ടികളിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. ആ സ്ഥാനം തന്നെയാണ് ഞാൻ ആ കുട്ടിക്ക് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പേരിലേക്ക് അനന്തപുരിയിലെ സ്വത്തിൻ്റെ ഒരു ഭാഗവും ഞാൻ എഴുതി വെക്കും. ഇത് കേൾക്കുമ്പോൾ ജലജയുടെയും അബിയുടെയും മുഖത്ത് ഒരു വലിയ സന്തോഷം പൊട്ടിമുളയ്ക്കുന്നുണ്ട്. എന്നാൽ ജാനകിയുടെയും അനാമികയുടെയും മുഖത്ത് ഈ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. ജാനകി പറയുകയാണ്, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ജനിച്ചിട്ട് പോലുമില്ലാത്തൊരു കുഞ്ഞിൻ്റെ പേരിൽ ഇപ്പോഴേ സ്വത്തൊക്കെ അച്ഛൻ വീതം വെക്കുവാൻ പോവുകയാണെന്നാണോ? നവ്യയുടെ സ്വഭാവം ഏറെക്കുറെ എന്താണെന്ന് എല്ലാവർക്കും ഈ വീട്ടിൽ അറിയാവുന്നതാണ്. ഈ സ്വത്തൊക്കെ ആ കുഞ്ഞിൻ്റെ പേരിലേക്ക് എങ്ങാനും എഴുതി വെച്ചാൽ കൊച്ചിനെയും കൊണ്ട് അവൾ അവളുടെ വീട്ടിൽ പോകും. അതിൻ്റെ നഷ്ടം പിന്നീട് ആർക്കാണ് അച്ഛൻ സംഭവിക്കുക? അതുകൊണ്ട് അച്ഛൻ്റെ തീരുമാനങ്ങൾ ഒന്നുകൂടി ഒന്ന് പുനഃപരിശോധിക്കണം. ഇത് കേട്ടിട്ട് പെട്ടെന്ന് ആദർശ് ചോദിക്കുകയാണ്, ഇളയമ്മേ എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത്? നവ്യ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നു കയറിയ സമയത്ത് ഇളയമ്മ പറയുന്നത് പോലെ തന്നെയായിരുന്നു നവ്യയുടെ സ്വഭാവം. എപ്പോഴെന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. അനന്തപുരിയിലെ സ്വത്തും പണവും ആഡംബരങ്ങളും ഒക്കെ മോഹിച്ചു നടന്നൊരു പെണ്ണ് തന്നെയായിരുന്നു നവ്യ. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. നവ്യ ഒത്തിരി മാറിയിട്ടുണ്ട്. വളരെ പക്വത വന്നൊരു മനസ്സാണ് നവ്യയുടേത്. അത് നവ്യയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നവ്യ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഈ വീട്ടിലെ ഓരോ അംഗങ്ങളെയും അവൾ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും കരുതുന്നത് പോലെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വത്തുമായിട്ട് നവ്യ അവരുടെ പാട് നോക്കി ഒന്നും പോവില്ല. പിന്നെ നിങ്ങളാരും ഇവിടെ നിന്ന് അവളെയും കുഞ്ഞിനെയും ഇറക്കി വിടാതിരുന്നാൽ മാത്രം മതി. ഇത് കേട്ടിട്ട് വീണ്ടും മുത്തശ്ശൻ പറയുകയാണ്, അതെ, ആദർശമോൻ പറഞ്ഞത് തന്നെയാണ് സത്യം. ഒത്തിരി നവ്യമോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ പിറക്കുവാൻ പോകുന്ന നമ്മുടെ പേരക്കുട്ടിക്ക് നമുക്ക് കാര്യമായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കണം. കുഞ്ഞു ജനിക്കുമ്പോൾ മാത്രമല്ല, തുടർന്ന് അതിൻ്റെ നൂലുകെട്ട് പോലെയുള്ള ചടങ്ങുകളൊക്കെ വരുന്നുണ്ട്. അതിനെല്ലാം അനന്തപുരിക്കാരുടെ പ്രൗഢി അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യണം. അതൊന്നും ഒരു നഷ്ടമല്ല. അതൊക്കെ വാരിക്കെട്ടിക്കൊണ്ട് നവ്യ അവളുടെ വീട്ടിലേക്ക് പോവുകയുമില്ല. നാം ആ കുഞ്ഞിന് കൊടുക്കുന്നതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നുമില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ താലോലിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആ കുരുന്നിനെ ഒന്ന് കാണുവാൻ വേണ്ടി എൻ്റെ ഉള്ളം പിടയ്ക്കുകയാണ്. ഭഗവാൻ കനിഞ്ഞു നൽകുന്നൊരു ദാനമാണ് ഈ വാർദ്ധക്യത്തിൽ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ. ഇനിയുള്ള കാലം ആ കുഞ്ഞിനെ താലോലിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ നവ്യമോള് പ്രസവിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞുമായിട്ട് ഇവിടേക്ക് വരില്ല. കുറഞ്ഞത് 1-2 മാസം അവരുടെ വീട്ടിൽ തന്നെ കുഞ്ഞുമായിട്ട് നിൽക്കാനാണ് സാധ്യത. ആ സമയങ്ങളിൽ ഞങ്ങളും ഇവിടെ ഉണ്ടാവില്ല. അവിടെ തന്നെയായിരിക്കും ഞങ്ങളുടെയും താമസം. ആ വീടിന് അത്യാവശ്യം വലിപ്പവും കുറച്ചുപേരെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള സൗകര്യവും ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളും അവിടെ പോയി താമസിക്കുന്നതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് കേട്ടപ്പോഴേക്കും നയന പറയുകയാണ്, ആഹാ, മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ താമസിക്കാൻ തീരുമാനിച്ചോ? ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനെയും അമ്മയും വിളിച്ചു പറയുന്നുണ്ട്.
ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമാകും. 1.5-2 മാസം മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ ആ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടിയതുപോലുള്ള സന്തോഷമായിരിക്കും. ഈ സംസാരത്തിനിടയിൽ പെട്ടെന്ന് അനാമിക ചോദിക്കുകയാണ്, അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഈ നവ്യേടത്തിയുടെ കുഞ്ഞിന് ഇത്രയധികം സ്വത്തും സ്വർണവും ഒക്കെ എന്തിനാണ് എഴുതി വെക്കുന്നത്? ഓരോരുത്തരുടെയും അർഹതയും അവകാശവും ഒക്കെ നോക്കിയിട്ടല്ലേ സ്വത്ത് വിഭജിക്കുക? ഞാൻ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നവ്യേടത്തി ഈ വീട്ടിലേക്ക് വന്നത് നേരായിട്ടുള്ള വഴിയിൽ കൂടി അല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രവുമല്ല, വലിയ സ്ത്രീധനവും പൊന്നും ഒന്നും അവരിവിടേക്ക് കൊണ്ടുവന്നിട്ടുമില്ല. പിന്നെ ഇവിടെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജലജയപ്പച്ചിയും അബിയേട്ടനുമൊന്നും ഈ തറവാട്ടിലെ നേരവകാശികളല്ല, അവർ ഈ കുടുംബത്തിന്റെ ഭാഗമേ അല്ല എന്നൊക്കെ. അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശൻ അബിയേട്ടന്റെ കുഞ്ഞിന് അനന്തപുരിയിലെ സ്വത്ത് ഇപ്പോൾ തന്നെ ഭാഗിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും ഛീ നിർത്തടി, നീ എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ചാടി അങ്ങ് എഴുന്നേൽക്കുകയാ. എന്നിട്ട് അനാമികയോട് ചോദിക്കുകയാണ്, ആരാണ് നിന്നോട് ഈ തോന്നിയാസങ്ങളൊക്കെ പറഞ്ഞു വന്നത്? ജലജ ഈ വീട്ടിലെ ആരുമല്ലെന്നും അവൾക്കും മകനും ഇവിടെ ഒരു അവകാശവുമില്ല എന്നും നിന്നോട് ആരാണോ പറഞ്ഞത്? നിന്റെ അമ്മയമ്മയാണോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ വന്നു കയറിയ നാൾ മുതൽ തലയിടുന്നത് പല ആവർത്തി ഞാൻ നിന്നെ വിലക്കിയിട്ടുണ്ട്. പക്ഷേ നീ അതൊന്നും അനുസരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. നിന്റെ ഈ വർത്തമാനത്തിന് നാവുകൊണ്ടല്ല മറുപടി പറയേണ്ടത്. ജലജ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ദത്തെടുത്ത എൻ്റെ മകളാണ്. ആ എൻ്റെ മകളുടെ മകനാണ് അബി. അബിയുടെ ഭാര്യയാണ് നവ്യ. നവ്യ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിനക്ക് മനസ്സിലായോ? ഇനി അതൊന്നും കൂടാതെ ആദർശമോൻ്റെ ഭാര്യയുടെ ചേച്ചിയാണ് നവ്യമോൾ. അങ്ങനെ പല ബന്ധങ്ങളും നവ്യമോൾക്ക് ഈ തറവാടിനോടുണ്ട്. ഇനി നിന്റെ അവകാശം ഇവിടെ എന്താണെന്ന് നീ പറ. അനന്തപുരി തറവാട്ടിലെ സ്വത്തിൽ എത്രത്തോളം നിനക്ക് കിട്ടുവാനുള്ള അവകാശമുണ്ട്? ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഷോക്കടിച്ചതുപോലെ നിന്ന അനാമിക പറയുകയാണ്, മുത്തശ്ശ, ഞാൻ ഒന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല, എൻ്റെ സംശയങ്ങൾ ഞാൻ ചോദിച്ചതാ. നീ ഉള്ളിൽ എന്തു വെച്ചുകൊണ്ട് പറഞ്ഞാലും ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. നിനക്ക് എന്തൊക്കെ അവകാശം ഈ തറവാട്ടിലുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെയുള്ള അവകാശം നവ്യമോൾക്കും ജലജയ്ക്കും അബിക്കുമൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ജാനകി, അനന്തപുരി തറവാടിനെ കുറിച്ച് നിന്റെ മരുമകൾക്ക് കാര്യമായിട്ട് ഇതുവരെയും നീ ഒന്നും പറഞ്ഞു കൊടുത്തില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇല്ലായെങ്കിൽ ഇനിയും സമയമുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അനന്തപുരിയിൽ തുടർന്ന് ജീവിക്കുക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടായി മാറും. ഉടനെ ജാനകി പറയുകയാണ്, അല്ലച്ച, അനാമിക മോള് അച്ഛൻ പറയുന്നത് പോലെ മനസ്സിലൊന്നും വെച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കില്ല. ഈ തറവാട്ടിലേക്ക് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ വിവാഹം കഴിഞ്ഞ് വന്നു കയറിയത് അനാമിക മോളാണല്ലോ. മറ്റുള്ളവർ അങ്ങനെയല്ല. ആ ഒരു സംശയം കൊണ്ട് മാത്രമാണ് മോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഉടനെ മുത്തശ്ശി ചോദിക്കുകയാണ്, ജാനകി, നേരായ വഴിയിൽ കൂടി കല്യാണം കഴിച്ച് ഇവിടേക്ക് ഇവൾ കയറി വന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഈ വളഞ്ഞ വഴിയിൽ കൂടി കയറി വന്നു എന്ന് പറയുന്ന 2 പെൺകുട്ടികളുടെ 7 അയലത്ത് നിൽക്കുവാൻ നിന്റെ മരുമകൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ? അവൾ ഇവിടെ വന്നു കയറിയതിൻ്റെ അടുത്ത ദിവസം മുതൽ ഈ വീട്ടിൽ കലഹം ആരംഭിച്ചതാണ്. നിന്റെ മകനേക്കാൾ നീ ഇപ്പോൾ സ്നേഹിക്കുന്നത് നിന്റെ മരുമകളെയാണ്. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ മരുമകളുടെ എല്ലാ കൊള്ളരുതാഴികൾക്കും നീ കുട പിടിച്ചേ പറ്റൂ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുട്ടി ഇവിടെ വന്ന് കയറിയതിന് ശേഷം നിന്റെ മകൻ്റെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ വഴക്കും ബഹളവും ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഭർത്താവിനോട് മാത്രമല്ല, അവൾക്ക് ഇഷ്ടമില്ലാത്ത പല ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അവർക്കാർക്കും അവൾ ഒരു സമാധാനവും കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് തന്നെ നീ പറയിക്ക്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവൾ തലയിടും, അവൾ അഭിപ്രായം പറയും. വളഞ്ഞ വഴിയിൽ കൂടി ഈ വീട്ടിലേക്ക് വന്നു കയറിയ 2 പെൺകുട്ടികളെ കൊണ്ട് ഈ വീടിന് എന്ത് ദോഷമാണ് ജാനകി ഉണ്ടായിട്ടുള്ളത്? നേട്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഈ കുടുംബത്തിലെ ആരെയെങ്കിലും ഏഷണിയും നുണയും പറഞ്ഞ് തല്ലിപ്പിരിപ്പിക്കുവാൻ നവ്യമോളും നയനമോളും ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ. പക്ഷേ നിന്റെ മരുമകൾ ഏതു നേരവും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറയുകയും അലോഹ്യമുണ്ടാക്കുവാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം ശ്രമിക്കുകയും ചെയ്യുന്നവളല്ലേ. നിന്റെ മകൻ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ ആദ്യമായിട്ട് അനന്തപുരി തറവാട് വെട്ടിമുറിച്ച് ഓരോരുത്തരുടെയും അവകാശങ്ങൾ അവരവർക്ക് നൽകണമെന്നും ഓരോരുത്തരും പിരിഞ്ഞു പോകണം എന്നൊരു ശബ്ദം തന്നെ ഈ വീട്ടിൽ കേട്ടത്. അങ്ങനെയുള്ള നിന്റെ മരുമകളെക്കുറിച്ച് നീ കൂടുതൽ മേനി പറയരുത്. ഉടനെ ജാനകി പറയുകയാണ്, അമ്മ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുവാനുള്ള കാരണം പലപ്പോഴും നിങ്ങൾ ധാരാളം സ്വർണവും സമ്മാനങ്ങളും ഒക്കെ ഈ വീട്ടിൽ പലർക്കും വാരിക്കോരി നൽകുകയും പലരെയും നിങ്ങൾ നിങ്ങളോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതൊക്കെ എൻ്റെ മരുമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് കൊടുക്കുന്നത് പോലെ ഒരു അംഗീകാരമോ സ്വർണമോ എന്തെങ്കിലും സമ്മാനമോ പദവികളോ എൻ്റെ മരുമകൾക്ക് നിങ്ങൾ ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്.
ആ പിരിമുറുക്കത്തിൽ നിന്നാണ് അനാമിക മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ താക്കോൽ ഏട്ടത്തിയുടെ കയ്യിലാണുള്ളത്. ആ താക്കോൽ എത്രയും വേഗം അനാമിക മോളുടെ കയ്യിലേക്ക് കൊടുക്കണം. അനാമിക മോൾ തീരുമാനിക്കട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി എങ്ങനെ നടക്കണം എന്നുള്ളത്. ഏട്ടത്തിയും അതേക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ട് ദേവയാനി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് ജാനകി അനാമികയുടെ കയ്യിലേക്ക് താക്കോൽ കൊടുക്കാൻ കഴിയുന്നത്? ഇത്രയും കാലം ഈ വീട്ടിൽ അനുവർത്തിച്ചു പോകുന്നത് മൂത്ത മകന്റെ ഭാര്യയുടെ കയ്യിലേക്ക് താക്കോൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആചാരപ്രകാരം ഇപ്പോൾ അത് എൻ്റെ കയ്യിലാണുള്ളത്. ഇനിയിപ്പോൾ അത് നയനയുടെ കയ്യിലേക്കല്ലേ പോകേണ്ടത്? ഏട്ടത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ പറയുന്ന ഏട്ടത്തി തന്നെയല്ലേ മുൻപ് പറഞ്ഞത് നയനയ്ക്ക് താക്കോൽ കൊടുക്കില്ല എന്നും അത് അനാമിക മോൾക്കാണ് ഏട്ടത്തി കൊടുക്കാൻ പോകുന്നത് എന്നുമൊക്കെ? എന്നിട്ടിപ്പോൾ ഏട്ടത്തി മാറ്റി പറയുകയാണോ? ജാനകി, ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിയമപരമായി അത് അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, നിയമപരമായി ദേവയാനി പറഞ്ഞത് തന്നെയാണ് നടത്തേണ്ടത്. ഇനിയിപ്പോൾ നിയമമൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടുത്തെ ഇളയ ആളുടെ ഭാര്യയുടെ കയ്യിലേക്ക് താക്കോൽ കൊടുക്കാം എന്ന് വെച്ചാൽ തന്നെ അത് വാങ്ങുവാനുള്ള എന്ത് യോഗ്യതയാണ് ജാനകിയുടെ മരുമകൾക്കുള്ളത്? ഒരു വീടിൻ്റെ സമ്പത്തും അധികാരവും ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളുടെയും കൺട്രോളും ഈ താക്കോൽ വഹിക്കുന്ന വ്യക്തിയുടെ കയ്യിലാണുള്ളത്. ആ വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പക്വതയുണ്ടാവണം. ഒരു കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഒരേ കണ്ണുകൊണ്ട് കാണുകയും എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുവാനുള്ള വിശാലമായ മനസ്സുണ്ടാവണം. സർവോപരി പണത്തോടും പണ്ടങ്ങളോടും ആർത്തിയില്ലാത്ത ഒരു മനസ്സ് വേണം. ഈ പറയുന്ന യോഗ്യതകളൊക്കെ ജാനകിയുടെ മകൾക്കുമുണ്ട് എന്ന് എങ്ങനെയാണ് ജാനകിക്ക് തെളിയിക്കാൻ പറ്റുക? ഇപ്പോൾ തന്നെ ജാനകിയുടെ മരുമകൾക്ക് സമ്മാനം കൊടുത്തില്ല എന്നുള്ള കംപ്ലൈൻ്റ് അല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ട് ആ താക്കോൽ വാങ്ങുവാൻ എല്ലാം കൊണ്ടും യോഗ്യയായിരിക്കുന്നത് നയനമോൾ തന്നെയാണ്. മൂത്ത മകനായ ആദർശിൻ്റെ ഭാര്യ എന്നുള്ളതിനേക്കാൾ ഉപരി കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബത്തിനു വേണ്ടി നിലകൊള്ളുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് നയനമോൾക്കുള്ളത്. അതുകൊണ്ട് ആ താക്കോൽ നയനമോളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഈ സമയത്ത് ദേവയാനി പറയുകയാണ്, അച്ഛാ ഞാൻ ഇപ്പോൾ വരാം. ഇത് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പൂജാമുറിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അല്പനിമിഷം ദൈവങ്ങളുടെ മുൻപിൽ പ്രാർത്ഥന അർപ്പിച്ചതിന് ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന അനന്തപുരിയുടെ പ്രധാന താക്കോലുമായി ദേവയാനി അവിടേക്ക് മടങ്ങി വരികയും ചെയ്യുകയാണ്. തുടർന്ന് നയനയെ വിളിച്ചിട്ട് പറയുകയാണ്, നയനമോളെ, ഇപ്പോൾ യാദൃച്ഛികമായി അബിയുടെയും നവ്യയുടെയും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സംസാരം ആരംഭിച്ചതെങ്കിലും അനന്തപുരിയുടെ താക്കോൽ വരെയോളം ആ സംസാരം എത്തി. അതിനെക്കുറിച്ച് മുത്തശ്ശൻ അവസാനത്തെ അഭിപ്രായവും പറഞ്ഞു കഴിഞ്ഞു. ഈ താക്കോൽ ഇത്രയും നാളും എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ വളരെ സന്തോഷത്തോടെ ഈ താക്കോൽ അനന്തപുരി തറവാടിൻ്റെ മൂത്ത മരുമകളായ നിന്റെ കയ്യിലേക്ക് കൈമാറണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മോൾ ഇപ്പോൾ തന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം. അയ്യോ അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അമ്മയുടെ കയ്യിൽ തന്നെ അതങ്ങ് സൂക്ഷിച്ചു വെച്ചാൽ മതി. അതിൻ്റെയൊന്നും ആവശ്യം എനിക്കില്ല. മോളെ, നീ അങ്ങനെ പറയരുത്. ഇതിൻ്റെ യഥാർത്ഥ അവകാശി നീ തന്നെയാണ്. ഈ കുടുംബത്തെ നേരെ ചൊവ്വെ മുൻപോട്ട് കൊണ്ടുപോകാൻ നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ. മുത്തശ്ശൻ അതേക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എതിരഭിപ്രായം പറയാതെ രണ്ട് കൈയും നീട്ടി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതങ്ങോട്ട് വാങ്ങിക്ക്. ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയുടെ കയ്യിലേക്ക് ഈ താക്കോൽ നീട്ടുകയാണ്. നയന ഈ സമയത്ത് കണ്ണുകളടച്ച് ഇരു കൈകളും നീട്ടി ആ താക്കോൽ വാങ്ങുകയും തുടർന്ന് ആ താക്കോൽ തൻ്റെ ചുണ്ടോട് ചേർത്ത് ഒരു മുത്തം കൊടുത്തുകൊണ്ട് ദൈവമേ എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് മൂർത്തി സാർ പറയുകയാണ്, ദേവയാനി, നീ ഇപ്പോൾ ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക ചടങ്ങ് തന്നെ നടത്തണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടം വരെയൊന്നും കാത്തു നിൽക്കാതെ ഞാൻ ഉദ്ദേശിച്ച സമയത്തിന് വളരെ മുൻപ് തന്നെ ആരും പറയാതെ സ്വമനസ്സോടുകൂടി നീ അത് കൈമാറാൻ തയ്യാറായത് നിന്റെ മനസ്സിൻ്റെ വലിപ്പമാണ്. അതുകൊണ്ട് ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. നയനമോളെ, ദൈവമായിട്ട് മോൾക്ക് നൽകുന്ന ഒരധികാരമായി ഇതിനെ കരുതിയാൽ മതി. സന്തോഷമായിട്ട് മോൾ ഇതുമായി മുൻപോട്ട് പോവുക. ഇത് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മുറിയിലേക്ക് പോകുവാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് അനാമികയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അനാമികെ, നിനക്ക് കാര്യമായൊരു മാറ്റം അനിവാര്യമാണ്. ഇല്ലായെങ്കിൽ നിന്റെ ഈ സ്വഭാവം നിനക്ക് വലിയ ദോഷമായി മാറും. അതിൻ്റെ ഭവിഷ്യത്ത് മറ്റാരുമല്ല, നീ തന്നെ അനുഭവിക്കേണ്ടിയും വരും. ഇത് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും മുൻപോട്ട് നടക്കുമ്പോൾ ജാനകി അനാമികയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ, ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോയത് കൊണ്ടല്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. കാലങ്ങളായി ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന താക്കോൽ കൂട്ടമാണ് ഇപ്പോൾ കൈമാറേണ്ടതിനും വളരെ മുൻപ് തന്നെ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അതിനുള്ള അവസരം മോൾ ഉണ്ടാക്കിയതാണ്. ഇതൊന്നും വേണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അനാമിക, അമ്മേ, ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഈ താക്കോൽ കൂട്ടം എനിക്കൊരിക്കലും കിട്ടില്ല. അതൊക്കെ നേരത്തെ തന്നെ ഓരോരുത്തരും പ്ലാൻ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അതിപ്പോൾ നടപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ.
അവരൊക്കെ പറയുന്നതിനനുസരിച്ച് അവരുടെ അടിമകളായി നമ്മൾ തുടർന്നുള്ള കാലം ഇവിടെ ജീവിക്കുക. ഇത്രയും കാലം അവരുടെ അടിമയായിട്ടല്ലേ അമ്മ ജീവിച്ചത്, ഇനി മുതൽ ഞാനും അവരുടെ അടിമയായിട്ട് ഇവിടെ ജീവിക്കാം, വേറെ മാർഗങ്ങളില്ലല്ലോ. ഇത്രയും പറഞ്ഞിട്ട് അനാമികയും തൻ്റെ മുറിയിലേക്ക് കയറി പോവുകയാണ്. എന്തു മറുപടി പറയണമെന്നറിയാതെ ജാനകി അങ്ങനെ പകച്ചു നിൽക്കുന്നു. ഈ സമയത്ത് ജലജയും അബിയും അനാമികയെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. തുടർന്ന് അബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജലജ പറയുകയാണ്, കണ്ടോടാ, ഇത്രയും നാൾ നമ്മൾ നമ്മളുടെ കൂടെ ചേർത്ത് നിർത്തിയവളാണ് അവൾ. സ്വത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ പറഞ്ഞത് കേട്ടോ, ഈ വീട്ടിൽ നമുക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല എന്ന്. അച്ഛൻ അപ്പോൾ തന്നെ അതിനെ പൊളിച്ചടുക്കിയില്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ നമ്മൾ അവിടെ വീണു പോകുമായിരുന്നു. അവള് നമ്മൾ കരുതിയ ആളല്ല. ഇതിനുള്ള തിരിച്ചടി ഉറപ്പായിട്ടും നമുക്ക് അവൾക്ക് കൊടുക്കണം. ഉടനെ അബി പറയുകയാണ്, അല്ല അമ്മേ, വലിയമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് അവളാണെന്ന് ഈ വീട്ടിലെല്ലാവരോടും നമുക്കങ്ങ് പറഞ്ഞാലോ? എടാ, അത് തെളിയിക്കുവാൻ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇപ്പോഴില്ലല്ലോ. അവളും അവളുടെ അമ്മയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ തുറന്നു പറഞ്ഞാൽ അവളതങ്ങ് നിഷേധിച്ചാലോ? അവളോടുള്ള വൈരാഗ്യം മൂലമാണ് നമ്മളത് പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് അവൾ പറഞ്ഞാലോ? മാത്രവുമല്ല, ആ സംഭവം നടന്നതിൻ്റെ തുടക്കം മുതൽ തന്നെ ഏട്ടത്തിക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് നയനയാണ് എന്ന് എല്ലാവരോടും പല ആവർത്തി പറയുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ അത് മാറ്റി പറഞ്ഞാൽ അത് എനിക്ക് തന്നെ പണിയാവും. നയനയാണ് പാലിൽ വിഷം കലർത്തിയത് എന്നുള്ളതിന് ഒരു തെളിവുമില്ലാതെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ ആ സാഹചര്യം മാറിയപ്പോൾ അതേപോലെ തന്നെ വെറുതെ വിളിച്ചു പറയുന്നതായിട്ട് മാത്രമേ മറ്റുള്ളവർ കരുതുകയുള്ളൂ. എന്തായാലും അവൾക്ക് കിട്ടേണ്ടത് ഇപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി അവസരം വരും, നമുക്കെതിരെ അവൾ പത്തിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് പാലിൽ വിഷം കലർത്തിയ വിഷയം നമുക്ക് പൊട്ടിക്കാം. തൽക്കാലം അതേക്കുറിച്ച് ആരോടും മിണ്ടണ്ട. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്. ഇത്രയും നാളും നവ്യയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് സ്വത്തും പണവുമുള്ള ഏതെങ്കിലും നല്ലൊരു കുടുംബത്തിലെ നല്ല പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ഇനി ആ മോഹം നീ മനസ്സിൽ കൊണ്ടു നടക്കണ്ട, അതങ്ങ് വിട്ടുകളഞ്ഞേക്ക്. ഒരു കാരണവശാലും നവ്യയെ നീ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത്. കാരണം അവൾ പ്രസവിക്കാൻ പോകുന്നത് നിന്റെ കുഞ്ഞിനെയാണ്. അച്ഛനിപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, ആ കുഞ്ഞിൻ്റെ പേരിൽ എന്തൊക്കെയോ താൻ എഴുതി വെക്കാൻ പോവുകയാണെന്ന്. കുറഞ്ഞപക്ഷം ഒരു ജ്വല്ലറി എങ്കിലും നിന്റെ കുഞ്ഞിൻ്റെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കും. നമുക്കത് മാത്രം മതി. പിന്നെ കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളൊക്കെ അതിന് കോടികളുടെ വിലപിടിപ്പുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ നീ നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കണം എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ മഠേത്തരമാണ്. അതുകൊണ്ട് നിന്റെ അവളോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാവണം. ഞാനും മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സമ്പത്താണ്. ആ സമ്പത്ത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പോൾ സ്വർണവും പണവും ഒക്കെ നമ്മളെ തേടി വരുന്ന സമയമാണ്. അത് പരമാവധി പിടിച്ചെടുക്കുവാൻ ശ്രമിക്കണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അബിയെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അനന്തപുരിയിൽ അനാമികയും ജലജയും അബിയും ശത്രുക്കളായതോടുകൂടി അംഗം ഇനി മറ്റൊരു തലത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഇതുവരെ ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളാകുന്നു. മിത്രങ്ങളെപ്പോലെ കഴിഞ്ഞവർ ശത്രുക്കളായും മാറുന്നു. തുടർന്ന് അവരുടെ മുന്നേറ്റങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണുവാൻ നമുക്കും കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ.